മാസത്തിനുള്ളിൽ വി ഡി സതീശനെ ഈ കസേരയിൽ നിന്ന് വലിച്ച് താഴെയിടും കോൺഗ്രസ്സുകാരെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഡിവൈഎഫ്ഐയുടെ ബസീഫ് പറയുന്നുണ്ട് ഡിവൈഎഫ്ഐക്കാരല്ല ഇത് തീരുമാനിക്കേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷേ സുഹൃത്തുക്കളെ, ഞാൻ ഒരുപക്ഷെ എൻ്റെ വീഡിയോ ഈ അടുത്ത കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കൊള്ളരുതായ്മയെ കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 6 മാസത്തിനുള്ളിൽ വി ഡി സതീശൻ ഗവൺമെന്റ് താഴെ വീഴും. ഇന്ന് ഞാൻ പറയുന്നൊക്കെ പോട്ടെ, ഞാനൊരു സാധാരണ യൂട്യൂബർ എന്ന് വിളിച്ച് തള്ളിക്കളയാം. പക്ഷേ ഇന്ന് ബിഗ് ടി വിയിൽ കൃത്യമായിട്ടും ബിഗ് ടി വി തുറന്ന് പറയുന്നു, ഒരു 6 മാസത്തിനുള്ളിൽ മിക്കവാറും വി ഡി സതീശൻ പോകും. അതിന് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ആവശ്യമില്ലേ ഇല്ല, ഇടതുപക്ഷത്തിന്റെ ഒരു ആവശ്യവും ഉണ്ടാവില്ല. ഇവിടുത്തെ SFIക്കാരൊക്കെ ഇപ്പോൾ കുറെ പരിഹാസ സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സമരം നടത്തരുത്, SFIക്കാർ മിണ്ടാതെ കുത്തിരിക്കണം. ജനങ്ങള് പ്രാന്ത് പിടിച്ച് പണ്ടാറടങ്ങണം. കാരണം അത്രയ്ക്ക് സ്നേഹത്തോടെ കുത്തിക്കൊടുത്തതാണ്, അത്രയ്ക്ക് സ്നേഹത്തോടെയാണ് 100-ലധികം സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചു വിട്ടത്. ആ ജനങ്ങൾ പണ്ടാറടക്കുന്നത് നമുക്കിങ്ങനെ നോക്കി രസിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട SFIക്കാരെ DFIക്കാരെ, നിങ്ങൾ സമരത്തിന് ഇറങ്ങരുത്. കറണ്ട് കെട്ടുകൊണ്ടൊക്കെ പ്രാന്താവട്ടെ. അതവിടെ വിട്ടേക്ക്. എന്തായാലും 6 മാസത്തിനുള്ളിൽ എങ്ങനെ അധികാരത്തിൽ നിന്ന് ഇദ്ദേഹം പുറത്താക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. ഏത് രീതിയിലാണ് പെരുമാറുന്നത്? 3-4 മാസം കൂടിയേ തന്റെ കസേരയ്ക്ക് ആയുസുള്ളൂ എന്ന് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ടാറ്റ വരുന്നത്, അദാനി വരുന്നത്, അംബാനി വരുന്നത്, ബക്കാഡി വരുന്നത്, ഒക്കെ വരുന്നത്. മാത്രമല്ല, എങ്ങനെയാണ് മുഖ്യമന്ത്രിയായത്? അത് പാർട്ടിയുടെ പിന്തുണ കൊണ്ടാണോ? അല്ല, അത് കോർപ്പറേറ്റുകളുടെ പിന്തുണ കൊണ്ടാണ്, ലീഗിന്റെ പിന്തുണ കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് പോലും ഏത് രീതിയിലാണ് KCയുടെ പേരല്ലേ പോയി ഡൽഹിയിൽ പറഞ്ഞത്? ഇങ്ങനെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് സംഭവിച്ചിട്ടുണ്ടോ? അതൊരു രഹസ്യമായിട്ട് പോലും ഈ കാര്യങ്ങളൊന്നും നിന്നില്ല. അപ്പോ 6 മാസത്തിനുള്ളിൽ വി ഡി സതീശൻ, അതായത് ഈ 4 മാസത്തിനുള്ളിൽ വി ഡി സതീശൻ ഈ കസേരയിൽ നിന്ന് മാറുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തായാലും ആ ഒരു കണക്കാക്കലിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ KSUവിനെ ഒരു വിലയുമില്ലാത്ത രീതിയിൽ, 5 പൈസയ്ക്ക് വിലയില്ലാത്ത രീതിയിൽ അവഗണിച്ചത് നമ്മുടെ വി ഡി സതീശൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അവഗണനയായി പോയി കേട്ടോ. അങ്ങനെയൊന്നും ഒരാളെയും അവഗണിക്കരുത്. കാണാത്ത പോലെ, അതായത് തന്റെ മുമ്പിൽ ഇങ്ങനത്തെ ഒരാൾ വന്നിരിക്കുന്നുണ്ട് എന്ന രീതിയിൽ അത് കണ്ടിട്ടില്ലാത്ത പോലെയാണ് അവഗണിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു മാറിപ്പോകുന്നത്. നമ്മൾ ആ സീനുകളൊന്ന് കാണേണ്ടതാണ്. സങ്കടകരമായ കാര്യമാണ്. ഒന്ന് കണ്ടു നോക്കൂ. അവിടെ അലോഷ്യസ് നിൽക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തെ കാണാത്ത പോലെയാണ് പോകുന്നത്. എങ്ങനെയുണ്ട്? അലോഷ്യസ് സേവറിന്റെ മുഖത്ത് പോലും നോക്കാതെ വി ഡി സതീശൻ പോവുകയാണ്. ഇതാണ് ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത്? ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ ഒരു പക്ഷേ 24 മണിക്കൂറും തല്ലുകൂടിക്കൊണ്ടിരിക്കുന്ന വി ഡി സതീശനും പിണറായി വിജയനും പരസ്പരം കണ്ടാൽ ഒന്ന് നോക്കും, മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കും. ശത്രുക്കളാണെങ്കിലും രാഷ്ട്രീയം മാറ്റിവെച്ച് മനുഷ്യരുടെ മുഖത്തു നോക്കും, കൈകൾ കൊടുക്കും. അതുപോലും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് അവഗണനയല്ലേ? അതിഭീകരമായിട്ടുള്ള അവഗണനയാണ്, അപമാനിക്കലാണ്. ഇപ്പോഴിതാ SFIയുടെ ഒരു നേതാവ് അടക്കം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അവഗണിച്ചത് ശരിയായില്ല വി ഡി സതീശൻ മേനോൻ. താങ്കളടക്കം ആ ഒരു KSUയിലൂടെ വളർന്നു വന്നൊരു നേതാവാണ്. അപ്പൊ താങ്കൾ ഇങ്ങനെ അലോഷ്യസ് സേവറിനെ അപമാനിച്ചത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും അപമാനിക്കപ്പെട്ടു എന്ന് ലോകം മുഴുവൻ ചാനലിലൂടെ കണ്ടു. ഇനി അലോഷ്യസ് സേവറിന് എന്താണ് പറയാനുള്ളത്? അത് കേൾക്കണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിരിക്കുക എന്നത് ഞാൻ പഠിച്ച രാഷ്ട്രീയമാണ്. അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ പറ്റി എനിക്കറിയില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് ഞാൻ പഠിച്ച രാഷ്ട്രീയം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ അത്ര സമുന്നതരായിട്ടുള്ള വലിയ ഔന്നത്യത്തിൽ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ ചിരിക്കുക, പുഞ്ചിരിക്കുക എന്നാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം. എങ്ങനെയുണ്ട്? കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ വേറെ എവിടെയാണ് നമുക്ക് രഹസ്യങ്ങളത്? അലോഷ്യസ് സേവർ കൃത്യമായിട്ട് പറയുന്നു, ഞാൻ പഠിച്ച രാഷ്ട്രീയം ചിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനത്തെ ഒരു ചിരി വി ഡി സതീശൻ മേനോൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് തന്നെയാണ് അലോഷ്യസ് സേവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിയുന്നില്ല അലോഷ്യസ് സേവറിന് ആ സങ്കടം അടക്കി വെക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം തുറന്നു പറയുന്നു. സ്വാഭാവികമായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ മാധ്യമങ്ങളിൽ ഒന്നും പ്രതികരണം നടത്തിയിട്ടില്ല. കാരണം ഈ വിഷയങ്ങളുടെ എല്ലാം തുടക്കം നിങ്ങൾക്കറിയാം. 10 വർഷക്കാലം കേരളത്തിന്റെ ക്യാമ്പസുകളിലും തെരുവോരങ്ങളിലും വലിയ രീതിയിൽ സംഘർഷഭരിതമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ പോരടിച്ച് മല്ലടിച്ച് ഇടതുപക്ഷ സർക്കാരിനെതിരെ, പിണറായി സർക്കാരിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടാണ് കേരളത്തിൽ UDFന്റെ സർക്കാർ അധികാരത്തിൽ വന്നത്.
ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള KSU പ്രവർത്തകരുടെ ചോരയും നീരും വിയർപ്പും ആണ് ഈ UDF സർക്കാർ എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട അത് ഒരു സംശയമില്ല കേട്ടോ. കാരണം ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് എത്ര കേസുകാർക്കാണ് അടി കിട്ടിയതെന്ന് ഒരു കയ്യും കണക്കൂല. സ്വാഭാവികമായിട്ട് അടി കിട്ടും. കാരണം മുഖ്യമന്ത്രിയെ തടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് ഉണ്ടാവും. ആ പോലീസിന്റെ ജോലി അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് പോകാനുള്ള വഴി ഒരുക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് കേസുകാർക്ക് അറഞ്ചം പുറഞ്ചം കിട്ടിയിട്ടുണ്ട്. ഈ VD സതീശൻ മേനോൻ ഗവൺമെന്റ് എത്തിയപ്പോൾ തന്നെ VD സതീശൻ മേനോൻ പറഞ്ഞത്, ഞങ്ങളൊന്നും മറന്നിട്ടില്ല, ഞങ്ങളെ പിള്ളേരെ തല്ലിയവരൊക്കെ ഞങ്ങളൊരു വിധമാക്കും, ഒതുക്കുമെന്നതിനാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള കേസ് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ കേസുകാരെ സ്നേഹത്തോടെ ഏറ്റുപിടിച്ച് ഇദ്ദേഹം പിന്നെ നമ്മൾ കണ്ടത് പലയിടത്തും ഇഷ്ടമുള്ള ആളുകളൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ്. മദ്യ കമ്പനിയുമായിട്ട് ആരോടും ചോദിക്കാതെ ഒപ്പിടുന്ന പരിപാടികളാണ്. ഇദ്ദേഹം അറിയാതെ വിഴിഞ്ഞത്ത് വേറെ സ്വകാര്യ കമ്പനിക്ക് അദാനി തങ്ങളുടെ ഷെയർ വിൽക്കുന്ന കാഴ്ചകളാണ്. ഗവൺമെന്റ് അനുവാദമില്ലാതെ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആ പരിപാടി ചെയ്യുന്ന കാഴ്ചകളാണ്. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ജനങ്ങൾക്കെല്ലാം തോന്നുന്നത്. അതൊന്നും പോരാഞ്ഞ് ഏറ്റവും ഭീകരമായ വിഷയം ഇതാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം വലിയ രീതിയിലേക്ക് കായികമായി അക്രമം ചെയ്ത ഒരു കൂട്ടത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ആള് ആ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാർ അത് തിരുത്താൻ തയ്യാറാകണമെന്ന് ആ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് KSU ചെയ്തത്. KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ എന്റെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ വികാരത്തെ ഉൾക്കൊള്ളുക എന്നതാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം. നിങ്ങൾക്ക് പറയുന്ന വല്ല മനസ്സിലായോ എന്നാണ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്. പച്ച മലയാളത്തിൽ ഇത്രയേ ഉള്ളൂ. ഇദ്ദേഹം അടക്കമുള്ള ആളുകളെ പിണറായി വിജയൻ കാലഘട്ടത്തിൽ പോലീസുകാർ മർദ്ദിച്ചിട്ടുണ്ട്. അങ്ങനെ മർദ്ദിക്കാൻ വേണ്ടിയിട്ടൊക്കെ നേതൃത്വം കൊടുത്ത ആളുകൾ ഒരാള് ഗവൺമെന്റ് പ്ലീഡറായിട്ട് വരുന്നത് സ്വാഭാവികമായിട്ട് ഇവർ എതിർക്കും. അത് ചൂണ്ടിക്കാണിച്ചതുപോലും അവർക്കൊന്നും ഒരു പങ്കുമില്ല എന്ന രീതിയിൽ അവഹേളിച്ച് പറഞ്ഞയക്കുന്ന രീതിയിലായിരുന്നു VD സതീശൻ മേനോൻ ഇടപെട്ടത്. ഇതാണ് ഇവർക്കിപ്പോൾ ഉണ്ടായ ഈ ഒരു ചൊടിക്കൽ എന്നാണ്. 19 കാലഘട്ടത്തിൽ തിരുവനന്തപുരം നിയമ കലാലയത്തിൽ KSUക്കാർക്ക് കടന്നു ചെല്ലാൻ സാധ്യമല്ലാതിരുന്ന ഒരു ക്യാമ്പസിൽ വലിയ രീതിയിലേക്കുള്ള SFIയുടെ മർദ്ദനങ്ങളെയും കൊടിയ പീഡനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ ക്യാമ്പസിൽ KSU സംഘടനാ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. അന്ന് ഞങ്ങളുടെ എതിർ ദിശയിൽ നിന്നുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു കൂട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി UDF ഭരിക്കുന്ന ഈ കാലഘട്ടത്തെ ഗവൺമെന്റ് പ്ലീഡറായി കടന്നു വരുമ്പോൾ എന്റെ പ്രവർത്തകർ KSU യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഉയർത്തുന്ന വികാരത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് എന്റെ വികാരം എന്നതിനേക്കാൾ അപ്പുറം അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പിന്നെ വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്നൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. അടിയൊക്കെ കൊള്ളാൻ ഞങ്ങളും തോന്നിവാസം കളിക്കാൻ വേണ്ടിയിട്ട് വലിയ നേതാക്കന്മാരും എന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത്. കൃത്യമായിട്ടും ന്യൂസ് മലയാളം ചർച്ച ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെ VD സതീശൻ എങ്ങനെയൊക്കെ വിമർശിച്ചു എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ഉമ്മൻചാണ്ടി ആരാണ് സരീഷ്? കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ ഒരു നേതാവായിരുന്നല്ലോ. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലെല്ലാം ഒരു പക്ഷത്തിന് എങ്ങനെയാണ് ഉമ്മൻചാണ്ടി ഡ്രൈവ് ചെയ്തത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതല്ലേ. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോ അദ്ദേഹം തളർന്നു നിൽക്കുന്ന കാലത്തും ആക്രമിച്ചിട്ടുണ്ട് VD സതീശൻ. അതാണ്, അദ്ദേഹം ഉഗ്രപ്രതാപിയായി നിൽക്കുമ്പോൾ മാത്രമല്ല തളർന്നു നിൽക്കുന്ന കാലത്തും ആക്രമിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതെല്ലാം പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അപ്പൊ അങ്ങനെ നിലപാട് സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ വളർന്നയാളാണ്. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ VD സതീശൻ അലോഷ്യസ് സേവറിന് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണോ എന്നുള്ളതാണ് എന്റെ സംശയം. അതായത് അടുത്ത ഉമ്മൻചാണ്ടിയായിട്ട് VD സതീശനും അലോഷ്യസ് സേവർ അടുത്ത VD സതീശനായിട്ട് മാറുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് എനിക്ക് എത്തുന്നത്. എന്തൊക്കെയായാലും ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന്, മുഖ്യമന്ത്രി എന്നുള്ള ഒരാളെ വിട്ടേക്കൂ, സ്വന്തം പാളയത്തിലെ ആളുകൾ തമ്മിൽ ഇങ്ങനെ തന്നെ ഇപ്പം തന്നെ 2 മാസം കൊണ്ട് തല്ലും പിടിയാണെങ്കിൽ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ 6 മാസം തികയ്ക്കുമോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ബിഗ് TV തുറന്നു പറഞ്ഞു കഴിഞ്ഞു. 6 മാസത്തിനുള്ളിൽ VD സതീശനെ ഈ കസേരയിൽ നിന്ന് വലിച്ച് താഴെയിടും കോൺഗ്രസ്സുകാരെന്നുള്ളതിൽ യാതൊരു തർക്കവും. കോൺഗ്രസ്സുകാരാണ് കേട്ടോ വലിച്ച് താഴെയിടുന്നത്, കമ്മ്യൂണിസ്റ്റുകാരല്ല. അപ്പൊ സുഹൃത്തുക്കളെ, ബൈ.